ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നൊക്കെയുള്ള നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം വ്യക്തമാക്കുന്നു. ഗാന്ധിജി മരിച്ചതല്ല, കൊല്ലപ്പെട്ടതാണ്. ആര്, എന്തിന്? ചരിത്രത്തിൽ നിന്ന് ഗാന്ധിജിയെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? ഗാന്ധിജിയുടെ സ്മരണ പുതുക്കുന്ന ഡിവൈഎഫ്ഐ വേദിയിൽ സംസാരിക്കുന്നത് പെരിന്തൽമണ്ണയുടെ സാംസ്കാരിക പ്രവർത്തകനും കലാകാരനുമായ മനോജ് മാഷാണ്. പലരും മറക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മറവിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ആ കുഴിയിൽ നിന്നുയർത്തി രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ നെറുകയിൽ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതൊരു സമരമാണ്. ഡിവൈഎഫ്ഐ ഈ ഗാന്ധി സ്മരണയിലൂടെ നടത്തുന്നത് വലിയൊരു സമരമാണ്. ഈ കാലത്ത് നമ്മയൊക്കെ ചരിത്രത്തിന്റെ പഴയ കാലത്തിലേക്ക് നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ കുതിക്കുന്നതിനുള്ള ഒരു കരുത്തായി ഗാന്ധിയുടെ ഓർമ്മകളെ അയവിറക്കണം എന്നുള്ള ബോധ്യം ഒരു യുവജന സംഘടനയ്ക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇക്കാലത്ത് ഏറെ പ്രസക്തമായ കാര്യമാണ്. ഗാന്ധി ആരാണ് എന്ന് നമ്മൾ കാലത്തോടും സമൂഹത്തോടും കുഞ്ഞുങ്ങളോടും എല്ലാം ആബാലവൃദ്ധം ജനങ്ങളോടും, അങ്ങനെ പറയാം, ആബാലവൃദ്ധം ജനങ്ങളോടും ആരായിരുന്നു ഗാന്ധി എന്ന് പറയേണ്ട ഒരു കാലഘട്ടമാണിത്. ആരായിരുന്നു ഗാന്ധി? ആരാണ് ഗാന്ധി എന്നതിനെ കുറിച്ച് മധുസൂദനൻ നായർ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ സൂചിപ്പിക്കുന്നുണ്ട്. വരികൾ ഇങ്ങനെയാണ്: ആരാണ് ഗാന്ധി? നിഴൽ ചുള്ളിയൂന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ, നിഴൽ ചുള്ളിയൂന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ, താൻ തീർത്ത വറചട്ടിയിൽ വീണ് താനേ പുകഞ്ഞവൻ, താൻ തീർത്ത വറചട്ടിയിൽ വീണ് താനേ പുകഞ്ഞവൻ, വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോൻ, വെറുതെ കിനാവിന്റെ കഥകൾ പുലമ്പിയോൻ, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി. ഇങ്ങനെ തുടരുന്നു കവിത. ഈ വരികളിൽ നമുക്ക് കാണാം, ഒന്ന്, താൻ തീർത്ത വറചട്ടിയിൽ വീണ് പുകഞ്ഞവൻ എന്നാണ് ഗാന്ധിയെ പറയുന്നത്. ഒരുപക്ഷെ ഗാന്ധിയേക്ക് സ്വയം എരിയാന്നതിനുള്ള വറചട്ടി സ്വയം തീർത്തവനാണ് ഗാന്ധി. അതെങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു പുസ്തകത്തിൽ ഇന്ത്യ ഇരുളും വെളിച്ചവും എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. നമ്മുടെ ലൈബ്രറിയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് വലിയൊരു പുസ്തകമാണ്. അത് പി ഹരീന്ദ്രനാഥാണ് എഴുതിയത്. അതിൽ അദ്ദേഹം ഗാന്ധി ആരാണ് എന്നതിനെ കുറിച്ചൊരു വാചകം പറയുന്നത് എങ്ങനെയാണ്: ഒരിക്കലും വായിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു വിശിഷ്ട ഗ്രന്ഥമാണ് മഹാത്മാഗാന്ധി എന്നാണ്. ഒരിക്കലും വായിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു വിശിഷ്ട ഗ്രന്ഥമാണ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ചെറിയ പ്രസംഗത്തിലൂടെ ഒരു സദസ്സിന് മുന്നിൽ മഹാത്മാഗാന്ധിയെ മുഴുവനായി വരച്ചു കാണിക്കാം എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. എന്നാൽ നമുക്ക് മുന്നിൽ ഇങ്ങനെ നിവർന്നു നിൽക്കുന്ന ഒരു ഗാന്ധിയുണ്ട്. ഗാന്ധി ഒരിക്കലും ഒടിഞ്ഞുകുത്തിയ ഗാന്ധി ആയിരുന്നില്ല. വടി, നേരത്തെ ഈ കവിതയിൽ സൂചിപ്പിച്ച ആ ചുള്ളി ഗാന്ധിക്ക് ഊന്നുവടിയായിരുന്നുവോ അതോ തുഴയായിരുന്നുവോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാലത്തിന്റെ ഇരുണ്ട കയങ്ങളിലൂടെ ഒരു തുഴയായി തന്റെ ആ ചുള്ളിയെ ഉപയോഗിച്ചവനാണ് ഗാന്ധി എന്നാണ് ഞാൻ പറയുക. വെളിച്ചത്തിലേക്ക് ഈ ചുള്ളി കൊണ്ട് തുഴയെറിഞ്ഞ് കുതിച്ചവനാണ് ഗാന്ധി. അപ്പൊ നമുക്ക് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചിതറിക്കിടക്കുന്ന ഒരു സമൂഹത്തെ, പലതരത്തിൽ ബ്രിട്ടീഷുകാർക്ക് എതിരായി ഉള്ള കാഴ്ചപ്പാടുകളും വികാരങ്ങളും ഒക്കെ പുലർത്തിയിരുന്ന പലവിധ സമൂഹങ്ങളെ, തുരുത്തുകളായി നിന്നവരെ ഒറ്റ ധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാൾ, അത് ഗാന്ധിയാണ്. മറ്റൊന്ന്, ഹിന്ദുവും മുസൽമാനും. നമ്മൾ ഗാന്ധി എപ്പോഴും പാടാറുള്ള രഘുപതി രാഘവ രാജാറാം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതാണ്, അതിലെ ചില പ്രയോഗങ്ങളുണ്ട്. ഈശ്വര അല്ലാ തേരെ നാം, രഘുപതി രാഘവ രാജാറാം, പതിത പാവന സീതാറാം. അങ്ങനെ പോയി പറയുന്നു, ഈശ്വര അല്ലാ തേരെ നാം,
സബ്കോ സന്മതി ദേ ഭഗവാൻ. ഇങ്ങനെയാണ് ഈശ്വർ അള്ളാഹ്. ഇത് രണ്ടു കൂടി ചേർത്ത് പറയുന്നുള്ള, രാമനെയും റഹീമിനെയും ചേർത്ത് പറഞ്ഞിരുന്നു ഗാന്ധി എന്നുള്ളതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സനാതന ധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവും ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ഇന്ത്യയിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് മോദി എന്നതല്ല. മോദിയല്ല അതിന്റെ ഉത്തരം. നാഥുറാം വിനായക് ഗോഡ്സെ അല്ല അതിന്റെ ഉത്തരം. അതിന്റെ ഉത്തരം സനാതന ഹിന്ദുവായി ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആൾ മഹാത്മാഗാന്ധിയാണെന്നുള്ളതാണ്. അപ്പൊ സനാതന ഹിന്ദു എന്നുള്ളത് എന്താണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഹിന്ദുത്വം ഇന്ന് കൈയാളുന്ന എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്. ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഇയാൾ സംസാരിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരാണ് എന്നൊരിക്കലും ധരിക്കാതിരിക്കുക. കാരണം ഇവിടെ പ്രയോഗിക്കുന്ന ഹിന്ദുത്വം എന്ന വാക്ക് ഒരിക്കലും നമ്മളൊക്കെ വിശ്വസിക്കുന്ന, ജന്മം കൊണ്ട് ഞാനും ഹിന്ദുവാണ്, കർമ്മം കൊണ്ടല്ല എന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും. അപ്പൊ ജന്മം കൊണ്ടൊക്കെ ഹിന്ദുവായ, ഒരുപക്ഷെ കർമ്മം കൊണ്ടും ഹിന്ദുവായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അവർക്ക് ചാർത്തി കൊടുക്കുന്ന പേരല്ല, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്ന പേരല്ല ഹിന്ദുത്വം എന്നുള്ളത്. മറിച്ച് എന്താണ്? രാജ്യത്തെ ഛിദ്രമാക്കുക, ഹിന്ദുവും മുസൽമാനും രണ്ടായി തന്നെ കാണണം എന്നുള്ളത്. ഇത് നമുക്ക് 1920 തുടങ്ങി. എന്താ 20കളുടെ പ്രത്യേകത? 20കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 1925 മഹാരാഷ്ട്രയിൽ ഒരു സംഘടന രൂപം കൊള്ളുന്നത്. 1925 ഹെഗ്ഗേവാറുടെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപം കൊണ്ടു. ആ സംഘടനയുടെ പേര് ഇപ്പൊ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ട് അല്ലെ? രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്നാണ് ആ സംഘടനയുടെ പേര്. 1925 മഹാരാഷ്ട്രയിൽ ഇത് രൂപം കൊള്ളുന്നത്. ഇത് രൂപം കൊള്ളുമ്പോൾ തന്നെ അപ്പൊ നമ്മൾ വിചാരിക്കും അത് ഹിന്ദുത്വത്തിന് വേണ്ടി ആണോ അന്ന് രൂപം കൊണ്ടത്? സത്യത്തിൽ അന്ന് ഗുണ്ടാപ്പണിക്ക് വേണ്ടിയാണ് രൂപം കൊണ്ടത് എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ അതിനുള്ളിൽ കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. അത് ഹിന്ദുത്വത്തെ ഏറ്റവും ഉയർത്തിക്കൊണ്ടുവരികയും ദേശീയ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ്. അതൊന്നുകൂടി നമ്മൾ കാണണം. 20 മുതൽ 1920കളിൽ തുടങ്ങി 1945 വരെയുള്ള കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 40കൾ തന്നെ പൂർണ്ണമായി അർത്ഥത്തിൽ തന്നെ എടുത്താൽ, ഈ ഹിന്ദുത്വ അജണ്ടയും അതോടൊപ്പം തന്നെ ദേശീയ ബോധവും ഇവ രണ്ടും തമ്മിൽ കലഹിക്കുന്ന ഏറ്റവും രൂക്ഷമായ ഒരു കാലഘട്ടമായിരുന്നു എന്ന് കാണാം. അതോടൊപ്പം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉള്ള ദേശീയ ബോധം, ദേശീയ ഭാവന, ആ ദേശീയ ഭാവന എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ഭാവന എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. അത് മതേതരത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു, അത് സമത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു, അത് ജനാധിപത്യപരമായിരുന്നു. അതാണ് ആ ദേശീയതയുടെ പ്രത്യേകത. ഇപ്പൊ ഞാൻ ഈ ദേശീയത എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം, ദേശീയ ഭാവന എന്നതിനെ ഇങ്ങനെ വിവരിക്കാൻ കാരണം, ഈ ദേശീയതയെക്കുറിച്ചും ഈ ദേശീയ ബോധത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നവരും പറയുന്നത്. ദേശീയതയെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദേശീയതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കലഹിച്ച, വാദിച്ച മഹാത്മാഗാന്ധിയുടെ ദേശീയതയുടെ പ്രത്യേകത എന്തായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. അത് സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. അത് സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. അത് മതേതരത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു. അത് മാനവികതയിൽ അധിഷ്ഠിതമായിരുന്നു, സമത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു, ജനാധിപത്യപരമായിരുന്നു. അതേസമയം ഈ വർഗീയവാദികൾ ഉയർത്തിപ്പിടിക്കുന്ന, ഞാൻ പറഞ്ഞ 1925 മഹാരാഷ്ട്രയിൽ രൂപം കൊണ്ട RSS എന്ന സംഘടനയും അതിന്റെ വക്താക്കളും ഉയർത്തിപ്പിടിക്കുന്ന ദേശീയതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഏകമുഖമാണ്. അതിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഏകമുഖമാണ്. അത് ഹിന്ദുത്വ എന്ന ഒരൊറ്റ സ്ഥാനമാണ്. പറയുന്നത് ഹിന്ദു രാഷ്ട്രം എന്ന കാഴ്ചപ്പാടിലാണ് അവർ പറയുന്നത്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് പുറമേ നിന്ന് വന്നവരാണ്. മുസ്ലിങ്ങൾ ആരും ഈ രാജ്യത്ത് ഉള്ളവരല്ല, അവരെല്ലാം പുറമേ നിന്ന് വരവാണ്. ഇവിടെ ഉള്ളത് ഹിന്ദുക്കളാണ്, ഹിന്ദുക്കളുടേതാണ് ഈ രാജ്യം. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി ആയിരിക്കണം ഈ രാഷ്ട്രം, ഇത് ഹിന്ദു രാഷ്ട്രമായി മാറണം. ഇതാണ് RSSന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നമ്മളൊക്കെ ജീവിക്കുന്നത് ആരുടെയെങ്കിലും മതം നോക്കിയോ ജാതി നോക്കിയോ ആണ്. ആരുടെയെല്ലാം പരാശ്രയത്വത്തിൽ നമ്മൾ ആരെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ഉള്ള വിഭജനമില്ലാതെ പരസ്പരം തോളോട് തോൾ ചേർന്ന് നിൽക്കുക എന്നുള്ളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സമൂഹമാണ് നമ്മുടേത്. നമുക്കറിയാം. കാരണം നമ്മുടെ അന്നം ആവട്ടെ, നമ്മുടെ വഴിയാവട്ടെ, നമ്മുടെ പാർപ്പിടമാകട്ടെ, ഇതൊക്കെ നമ്മൾ സൂക്ഷ്മാർത്ഥത്തിൽ വിശകലനം ചെയ്താൽ, പരിശോധിച്ചാൽ അതിലെവിടെയെങ്കിലുമൊക്കെ അന്യമതസ്ഥർ എന്ന വാക്ക് പോലും തെറ്റാണ്, ഇതര മതസ്ഥരുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരരുടെ, അവിടെ മതത്തിന്റെ യാതൊരു വിഭാഗീയതയുമില്ലാതെ ഇവരൊക്കെ നമുക്ക് അന്നമൊരുക്കുന്നതിൽ, നമുക്ക് വീടൊരുക്കുന്നതിൽ, നമുക്ക് പാർപ്പിടമൊരുക്കുന്നതിൽ, നമുക്ക് വഴിയൊരുക്കുന്നതിൽ ഒരുമിച്ച് എന്നുള്ള വിഭാഗീയത ഇല്ലാത്ത ഒരു സമൂഹമാണ്. അത്തരം സമൂഹത്തിലാണ് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായി ഒരു രാഷ്ട്രത്തെക്കുറിച്ച് നമ്മുടെ RSS സംസാരിക്കുന്നത്. RSS രൂപീകൃതമാകുന്നത് 1925 എന്ന് ഞാൻ പറഞ്ഞു. അതേസമയം ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. അത് 1923 തന്നെ
അതിന്റെ നേതാവായിരുന്നു, അതിന്റെ ഭാരവാഹിയായിരുന്ന ഒരു ചങ്ങാതിയാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്നത്. 1923. നമുക്ക് ഈ RSSനെയും ഹിന്ദു മഹാസഭയെയും വേണമെങ്കിൽ ഇന്നത്തെ രൂപത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഹിന്ദു മഹാസഭയുടെ ആധുനിക രൂപമാണ് BJP എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ ഹിന്ദു എന്നുള്ള പേരൊക്കെ അങ്ങ് മാറ്റിവെച്ച് ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിൽ പരിണമിച്ചു എന്നല്ലാതെ അതേ കാഴ്ചപ്പാടിനെ സാർത്ഥകമാക്കിയെടുക്കുന്നതിന് വേണ്ടി, സാധ്യതപ്രായമാക്കിയെടുക്കുന്നതിന് വേണ്ടി രാജ്യത്ത് നിരന്തരം കലഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. മാത്രമല്ല ഇവർക്ക് രണ്ട് മുഖമുണ്ട് എന്നുള്ളതാണ്. രണ്ട് മുഖമുണ്ട്. നിങ്ങൾ നേർക്കുനേർ കാണുമ്പോൾ ഒരു പക്ഷേ ഇവർ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി നിങ്ങൾക്ക് മുന്നിൽ അവതരിക്കും. അതേസമയം അരമനയിൽ അല്ലെങ്കിൽ അണിയറയിൽ ഇവർ ഏറ്റവും വലിയ കലാപത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളും അതിന്റെ തന്ത്രങ്ങൾ മെനയുന്നവരുമായിരിക്കും. അതിന്റെ ഒരു ലക്ഷണമാണ് ഗാന്ധി വധത്തിൽ 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:17 ബിർള മന്ദിരത്തിന്റെ, ഡൽഹിയിലെ ബിർള മന്ദിരത്തിന്റെ മുന്നിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. നമ്മളവിടെ കാണേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ചെന്താമര, പാലക്കാട് ഒരു കൊലപാതകം നടന്നത്, ചെന്താമര രണ്ടുപേരെ കൊന്നതിന് കാരണം പറഞ്ഞ എന്താ? പത്രത്തിലൊക്കെ നമ്മളൊന്ന് കണ്ടു. അത് വ്യക്തിവിരോധമാണ്. എന്ത് വ്യക്തിവിരോധമാണ് എന്നാണ്. ഇങ്ങനെ ചെന്താമരയും ഈ കൊല്ലപ്പെട്ട രണ്ടാളുകളും തമ്മിലുള്ള വ്യക്തിവിരോധം പോലെ നാഥുറാം വിനായക് ഗോഡ്സെ, അതുപോലെ നാരായൺ ആപ്തെ, ഗോപാൽ ഗോഡ്സെ, VD സവർക്കർ തുടങ്ങിയ ആളുകൾക്ക് ഗാന്ധിയോടുള്ള ഒരു വ്യക്തിവിരോധമായിരുന്നില്ല. അത് ഒരു വ്യക്തിവിരോധം തീർക്കാനായിരുന്നില്ല ഈ വെടിവെച്ചത്, കൊന്നത്. പിന്നെ എന്തിനായിരുന്നു? അതുവരെ മഹാത്മാഗാന്ധിക്കെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20കളിലോ 30കളിലോ ഒക്കെ ഗാന്ധി രാജ്യത്തൊട്ടുക്ക് നടന്ന് മതേതരത്വത്തെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച്, ഒന്നായി നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, ബ്രിട്ടീഷുകാർക്ക് എതിരെ നമ്മൾ ഒന്നായി നിന്ന് പോരടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ഒരു ബദൽ ദേശീയ ബോധത്തെ ഉണർത്തിവിട്ടതുകൊണ്ട് ക്രമേണ രൂപപ്പെട്ടു വന്ന ഒരു ശത്രുത, ഒരുപക്ഷെ കുറെ അധികം ആളുകളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുത്ത ശത്രുതയെ ഒരു വലിയ സമൂഹത്തിന്റെ ആയുധമായി വർത്തിച്ച ആൾ ആണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്നുള്ളത്. അല്ലാതെ നാഥുറാം വിനായക് ഗോഡ്സെക്ക് ഒരു ദിവസം ആഗ്രഹം തോന്നുന്നു ഗാന്ധിയെ കൊല്ലണമെന്ന്, അയാൾ പോയി കൊല്ലുന്നു എന്നുള്ളതല്ല, കൃത്യമായ അജണ്ട നടപ്പിലാക്കായിരുന്നു. ഇവിടെ ഞാൻ വായിച്ച നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണ ആപ്തെയും ഗോപാൽ ഗോഡ്സെയും ഈ ആളുകളൊക്കെ VD സർവേക്കറെ 1948 ജനുവരി മാസം 14 17 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെടുന്നത്. 14 17 ഈ ആളുകൾ പോയി, ആപ്തെയും അതുപോലെ തന്നെ ഗോഡ്സെയും പോയി സർവേക്കറെ കാണുന്നുണ്ട്. സർവേക്കറെ കണ്ട് അനുമതി വാങ്ങിക്കുന്നുണ്ട്. ഗാന്ധിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള അനുമതി വാങ്ങിക്കുന്നുണ്ട്. ഈ അനുമതി വാങ്ങുന്ന രണ്ടാം തവണ അനുമതി മാത്രമല്ല, അനുഗ്രഹം കൂടി വാങ്ങിയിട്ടാണ് ഇവർ പോകുന്നത്. മനസ്സിലായോ? അങ്ങനെ പോരുന്ന സമയത്ത് ആപ്തെ ഗോഡ്സെയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ആപ്തെ ഗോഡ്സെയോട് പറഞ്ഞത്, കഴിഞ്ഞ 100 വർഷമായി ഈ രാജ്യത്തിന്റെ വിരുദ്ധ ശക്തിയായി നിന്നിരുന്ന ഒരു സംഗതി അവസാനിക്കാൻ പോവുകയാണ്. ഗാന്ധി അവസാനിക്കാൻ പോവുകയാണ്. ഗാന്ധിയെ നമ്മൾ നാമാവശേഷമാക്കാൻ പോവുകയാണ് എന്നാണ്. നോക്കൂ, ഈ കൊലപാതകം നടന്നു. കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, രണ്ട് മുഖമുണ്ട് എന്ന് സൂചിപ്പിച്ചതിലേക്കാണ് ഞാൻ വരുന്നത്. കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോൾ RSS ഒരേ സ്വരത്തിൽ പറയുന്നു, നാഥുറാം വിനായക് ഗോഡ്സെ RSSകാരനല്ല, അയാൾക്ക് RSSൽ അംഗത്വമില്ല. RSS അംഗത്വം എന്നുള്ളത് ഔദ്യോഗികമായി തെളിയിക്കാൻ കഴിയുന്ന രേഖകളിൽ ഉൾപ്പെടുത്തപ്പെട്ട ഒന്നല്ല എന്നതുകൊണ്ട് കോടതിയിൽ അത് തെളിയിക്കാനാവുന്നില്ല. സർവർക്കർ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഗാന്ധിയുടെ മരണത്തിൽ സർവർക്കർ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഹിന്ദുത്വം എന്ന പുസ്തകം എഴുതിയ ആളാണ് സർവർക്കർ. സർവർക്കറിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. സർവർക്കർ അടക്കമുള്ള ആളുകൾ അപലപിക്കുകയാണ് ഗാന്ധിയെ കൊന്നതിൽ. കൃത്യമായി അനുഗ്രഹം അടക്കം കൊടുത്തുകൊണ്ട് ഗാന്ധിയെ കൊല്ലുന്നതിന് ആളുകളെ പറഞ്ഞുവിട്ട ആളുകൾ തന്നെ ഇതിൽ ദുഃഖം രേഖപ്പെടുത്തുന്ന സ്ഥിതി നിങ്ങൾ എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ. മോദിയെ നമ്മൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി പലയിടത്തും കാണും. പക്ഷേ അന്തപുരങ്ങളിൽ ഗുജറാത്തിലെ കലാപത്തിന് നമുക്ക് മറക്കാനായിട്ടില്ല. ഗുജറാത്തിലെ കലാപം അടക്കമുള്ള കാര്യങ്ങളിൽ അന്തപുരങ്ങളിൽ കൃത്യമായി, അല്ലെങ്കിൽ അണിയറയിൽ കൃത്യമായി അതിന് ചരട് വലിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് മേരെ പ്യാരെ ദേശവാസിയോ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. പ്യാരെ ദേശവാസിയോ എന്നതിനർത്ഥം പ്രിയപ്പെട്ട എന്റെ രാജ്യത്തിലെ അംഗങ്ങളെ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ആളുകളെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ആ വാക്കുകളിൽ പോലും കൃത്യമായി ഉള്ളിൽ വിഷത്തിന്റെ വിത്ത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ദ്വിമുഖമായി രണ്ട് വ്യക്തിത്വത്തിൽ സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നവരാണ് RSSകാർ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ വന്നാൽ ഒരുപക്ഷെ ഏറ്റവും ശാന്തമായി ഈ പ്രസംഗത്തെ പോലും അവർ കേട്ടിരിക്കും. മാത്രമല്ല, നമ്മോട് ഏറ്റവും കൃത്യമായി ഗാന്ധിയെ കൊല്ലാൻ പാടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ അവർ
നമ്മൾ അങ്ങനെ സങ്കല്പിക്കാം. അവരത് വന്നിരുന്നാൽ അത്തരത്തിൽ നമ്മോട് സംസാരിച്ചു എന്ന് വരും. ഏറ്റവും വലിയ സമാധാനത്തിന്റെ വക്താക്കളായി. ഒരുപക്ഷെ ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവർ ശാഖകളിൽ പോയി ഈ കൂടിയിരിക്കുന്ന ആളുകൾക്കും സംസാരിക്കുന്ന ആൾക്കും ഒക്കെ എതിരെയുള്ള ആയുധമാക്കി മാറ്റുന്നതിനും അയാൾക്കെതിരെ കലാപം തിരിച്ചുവിടുന്നതിനുമുള്ള കാരണമാക്കി മാറ്റുന്നതും അങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെ ദ്വിമുഖമായി രണ്ട് വ്യക്തിത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ശക്തിയാണ് RSS എന്നത് നമുക്ക് തിരിച്ചറിയണം. ഇപ്പോഴും ഹിന്ദുത്വത്തിൽ തന്നെയാണ് അവർ ഊന്നുന്നത്. അവർ ഈ 1925 ഞാൻ പറഞ്ഞല്ലോ, 1925 കഴിഞ്ഞ് ഇപ്പോ 2025 ആയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം RSS രൂപീകരണത്തിന്റെ എത്ര വർഷമായി? ഒരു നൂറ്റാണ്ട് എത്തി നിൽക്കുകയാണ്. കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. RSSനും BJPക്കും കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. 1925 നിന്ന് 2025 രാജ്യം എത്തുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞ അവരുടെ സീറ്റിന്റെ എണ്ണത്തിന്റെ കാര്യം ഓർമ്മയുണ്ടാവും. 420 അല്ലെ, 420 എന്നാണ് എന്റെ ഓർമ്മ, കൃത്യമായിട്ട് ഓർമ്മ. 420 എന്ന് പറഞ്ഞാൽ 420 സീറ്റുകൾ നേടുക എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഒറ്റ ശക്തിയായിട്ട് മാറുക. അങ്ങനെ ഒറ്റ ശക്തിയായി മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മാറുന്നത്? കൃത്യമായ ഹിന്ദുത്വ അജണ്ടകളെ, അതായത് സർവർക്കർ പറഞ്ഞു വെച്ചിട്ടുള്ള, ഗോർവാൾക്കർ പറഞ്ഞു വെച്ചിട്ടുള്ള, ഇങ്ങനെ അവരുടെ താത്വികാചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഹിന്ദുത്വ അജണ്ടയിലേക്ക് കൃത്യമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി. നമുക്കൊന്നും മറക്കാനായിട്ടുള്ളതല്ലോ 1992 ഡിസംബർ 6. 1992 ഡിസംബർ 6 നമുക്കൊന്നും മറക്കാനായിട്ടില്ല. എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത? 464 വർഷം പഴക്കമുള്ള ഒരു ചരിത്ര സ്മാരകത്തെയാണ് ഞാനതിനെ പള്ളി എന്ന് പറയാനോ അമ്പലം എന്ന് പറയാനോ ആരാധനാലയം എന്ന് പറയാനോ ശ്രമിക്കുന്നതിനേക്കാൾ ഞാൻ അതിനെ 464 വർഷം പൊളിക്കുന്ന സമയത്ത് അത്രയും പഴക്കമുണ്ടായിരുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. ഒട്ടനവധി ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ, ചരിത്ര പത്രങ്ങളുടെ പാടുകൾ ആ ഗോപുരത്തിൽ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. അതിനെയാണ് ഒരു കെട്ടിടത്തെ, 464 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തെ ഇടിച്ചു തകർക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹിന്ദുത്വയും വർഗീയവാദികളും ശ്രമിക്കുന്നത് ചരിത്രത്തെ തകർക്കുവാനാണ്. ഇനി ആരും ആ പള്ളിയെ നോക്കിയിട്ട്, ബാബറി മസ്ജിദ് എന്ന് നാം വിളിച്ചിരുന്ന ആ കെട്ടിടത്തെ നോക്കി ആരും ബാബറെ കുറിച്ച് സംസാരിക്കുകയില്ല. ആരും മുഗളന്മാരുടെ വരവിനെ കുറിച്ച് സംസാരിക്കുകയില്ല. ഇവിടെ ഇസ്ലാമിക ഭരണാധികാരികൾ ഉണ്ടായിരുന്നു എന്ന് ആരും പറയുകയില്ല. അല്ലെങ്കിൽ കാലങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും ആ കെട്ടിടത്തെ നോക്കി ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ഇത് ബാബറി മസ്ജിദാണ് എന്നും, എന്തുകൊണ്ട് ബാബറി മസ്ജിദ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്ത് കടന്നു വരും? അവിടെ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് പറയേണ്ടി വരും, മുഗൾ ഭരണാധികാരികളെ കുറിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് തള്ളിവിടുക എന്നുള്ള ഏറ്റവും വലിയ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള എളുപ്പ വഴിയാണ് ആ ഒരു സ്മാരകത്തെ തകർത്ത് കളയുന്നത്. നോക്കൂ, അവിടെ ശ്രീരാമക്ഷേത്രം വന്നു. ശ്രീരാമൻ അമ്പലങ്ങൾ വരുന്നതിൽ നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല. അവിടെയും ഗാന്ധിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഗാന്ധിയുടെ പ്രത്യേകത എന്താ? ഗാന്ധിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ, നമ്മൾ ഹനുമാനൊക്കെ പറയും, ഹനുമാൻ രാമഭക്തൻ എന്നുള്ളതൊക്കെ നെഞ്ചു കയറി രാമനെ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ പലയിടത്തും പുരാണങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന ഒരു ഇതിഹാസം എന്ന് പറയാവുന്ന മഹാത്മാഗാന്ധിയുടെ രാമൻ, അതുകൊണ്ടാണല്ലോ മരിച്ചു വീഴുന്ന സമയത്ത് അദ്ദേഹം റാം എന്ന് പറഞ്ഞത്. മലയാളിയായിരുന്നെങ്കിൽ ഗാന്ധി രാമ എന്ന് വിളിച്ചാണ് വീഴുക. ഹിന്ദിയിൽ അത് റാം എന്നാണ് അതിന്റെ പ്രയോഗം. രാമൻ എന്നതിന് എൻ ഉണ്ടാവില്ല, അവിടെ റാം എന്ന പ്രയോഗമാണ് വരുന്നത്. ര ഇല്ല, പകരം റായാണ്. അതുകൊണ്ടാണ് റാം എന്ന് പറഞ്ഞാണ് മരിച്ചു വീഴുന്നത് പോലും. അത്രയും രാമനോട് അടുത്തു നിന്നിരുന്ന മഹാത്മാഗാന്ധി. അപ്പോ അങ്ങനെയുള്ള രാമനെ വലിയൊരു രൗദ്ര രൂപമാക്കിയിട്ടാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എന്നിട്ട് ആ രാമന് വേണ്ടി ഒരു അമ്പലം പണിയുന്നു. സാധാരണ രീതിയിൽ അമ്പലം എങ്ങനെയാണ്? നമ്മുടെയൊക്കെ നാട്ടിൽ BJP-കാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടായിരിക്കും, എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഹിന്ദു വിശ്വാസങ്ങളോട് അടുത്തു നിൽക്കുന്ന പാർട്ടി നോക്കി BJP-യുടെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു അമ്പലം BJP നേതാവ് ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യുകയാണ്. അവിടെയാണ് നെഹ്റുവിനെ നമ്മൾ വീണ്ടും ഓർക്കേണ്ടത്. നെഹ്റുവും ഗാന്ധിയും ഇവർ തമ്മിലുള്ള ഒരു വലിയ സമന്വയമുണ്ട്. നെഹ്റുവും ഗാന്ധിയും തമ്മിലുള്ള ഒരു വലിയ സമന്വയം എന്ന് പറയുന്നത് ഇന്ത്യയെ വർഗീയവാദത്തിലേക്ക് തള്ളിവിടുന്നതിന് തടയിട്ട രണ്ട് മനുഷ്യരാണ് നെഹ്റുവും ഗാന്ധിയും. അതിൽ നെഹ്റുവിന്റെ പ്രത്യേകത, നെഹ്റു നേർക്കുനേരായിരുന്നു. എനിക്ക് വിശ്വാസമില്ല എന്ന് നെഹ്റു തുറന്നു പറയും. ഞാൻ ദൈവവിശ്വാസിയല്ല, ദൈവമില്ല, മതമില്ല, ജാതിയില്ല, ഭക്തിയില്ല എന്ന് തുറന്നു പറഞ്ഞിരുന്ന മനുഷ്യനാണ് ആര്? നെഹ്റു. അതുകൊണ്ട് നെഹ്റുവിന് എന്താ പ്രശ്നം? നെഹ്റുവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വാസികളായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്കിടയിൽ അത്ര സ്വാധീനം ഗാന്ധിയെ പോലെ നെഹ്റു ഉണ്ടായിരുന്നില്ല. എന്താ കാരണം ഇതാണ്, അയാൾ താൻ വിശ്വാസിയല്ല എന്നുള്ളത് തുറന്നു പറയുമായിരുന്നു. പക്ഷെ ഗാന്ധി അങ്ങനെയല്ല.
സനാതന ധർമ്മത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ ഉള്ളിൽ കയറി, അങ്ങനെയാണ് പാളയത്തിൽ കയറി പട നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തന്ത്രമാണത്. പാളയത്തിൽ കയറി പട നയിക്കുക. ഗാന്ധി പുറത്തു നിന്നിട്ടാണ് ഈ വിശ്വാസത്തോടും അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും ഒക്കെ പോരടിച്ചെങ്കിൽ ഗാന്ധിയോ ഈ വിശ്വാസത്തെ എല്ലാം നെഞ്ചേറ്റിക്കൊണ്ട് അതിന്റെ പവിത്രതയെയും അതിന്റെ സംശുദ്ധിയെയും നെഞ്ചേറ്റിക്കൊണ്ടാണ് ഗാന്ധി എന്ത് ചെയ്തത്? സനാതന ധർമ്മ വിശ്വാസിയായി നിന്നുകൊണ്ട്. സനാതന ധർമ്മ വിശ്വാസിയാവുക എന്ന് പറയുന്ന അർത്ഥം എന്താ? ചുറ്റും നിൽക്കാൻ കുറെ അധികം ഹിന്ദു വിശ്വാസികൾ ഉണ്ടാകും എന്നുള്ളതാണ്. ആ ഹിന്ദു വിശ്വാസികളിലേക്കെല്ലാം മാനവികതയുടെ, മതേതരത്വത്തിന്റെ, സമത്വത്തിന്റെ സന്ദേശം കെട്ടഴിച്ചു വിടാൻ എളുപ്പത്തിൽ ഗാന്ധിക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് നെഹ്റുവിനേക്കാൾ കൂടുതൽ ഒരു മഹാത്മാ എന്ന ഒരു തലത്തിലേക്ക് ഗാന്ധി ഉയർന്നതും ജനനായകൻ, ജനങ്ങളുടെ നടുനായകത്വം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് ഗാന്ധി മാറുകയും ചെയ്തത്. അപ്പോ ഈ രാമനെ ഒരു രൗദ്രമൂർത്തിയായി ചിത്രീകരിക്കുക. നോക്കൂ, ഞാൻ സാധാരണ പറയാറുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ രാമൻ ദൂരദർശനിൽ രാമായണം സീരിയൽ കണ്ട ആളുകൾ ഒരുപക്ഷെ മുതിർന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും അല്ലെ? അന്ന് വരെ രാമന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു അറിയോ? ഓരോ ഹിന്ദുവിന്റെയും മനസ്സിൽ ഓരോ രാമനായിരുന്നു. ദൂരദർശനില്, ഞാൻ അതിനൊരു പൊളിറ്റിക്സിനെ വിശ്വസിക്കുന്ന ആളാ. ദൂരദർശനിൽ രാമായണം വന്നതോടുകൂടിയാണ് കലാപകാരിയായ രാമൻ വന്നതെന്നാണ്. നോക്കൂ, നിങ്ങൾ വേണേ കാലം ഒന്ന് പരിശോധിച്ച് നോക്കൊണ്ടു. ദൂരദർശനിൽ രാമായണം വന്നതിന്റെ തൊട്ടു പുറകെയാണ് ഇന്ത്യയിൽ BJP ശക്തി ആർജിച്ചു വന്നത്. രാമായണം അതുവരെ ഓരോ ഹിന്ദുവിന്റെ മനസ്സിലും യഥാർത്ഥത്തിൽ ഓരോ രാമനായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. രാമായണം വായിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ സ്വയം ഒരു രാമന്റെ ഒരു രൂപം. പക്ഷെ അതിന് വ്യത്യസ്തമായി രാമായണം സീരിയൽ വന്നതോടുകൂടി രാമൻ ഒറ്റ രാമനായിട്ട് മാറണം. ഇന്ത്യയിലെ മുഴുവൻ രാമായണം സീരിയൽ കണ്ട മുഴുവൻ ഹിന്ദുക്കളുടെയും മനസ്സിൽ അതോടുകൂടി രാമൻ ഒന്നായി. മറ്റേ എന്റെ രാമനായിരുന്നു. എന്റെ രാമൻ ഓരോരുത്തരും പറയാൻ കഴിയുമായിരുന്നു എന്റെ രാമൻ. സ്വയം രൂപപ്പെടുത്തിയ രാമായണം മുന്നോട്ട് വെക്കുന്ന ആ സാഹിത്യത്തിലൂടെ അതിൽ വരച്ച് കാണിച്ച ഒരു ചിത്രത്തെ സ്വന്തം മനസ്സിൽ വരച്ച് കുടിയിരുത്തിയിരുന്ന ഒരു രാമനുണ്ട്. ആ കുടിയിരുത്തിരുന്ന, സ്വന്തം മനസ്സിൽ കുടിയിരുത്തുന്ന രാമനെ അവിടുന്ന് ഇറക്കി വിടുകയും അവിടുന്ന് ഇറക്കി വിട്ട് രാമായണം സീരിയലിലെ ഒരു നല്ല മസിൽ പെരുപ്പിച്ച, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ 6 pack ആയ ഒരു രാമനെ സ്ഥാപിക്കുകയും ചെയ്തു. ആ സ്ഥാപനത്തോടു കൂടി BJPക്ക് ഒരുപക്ഷെ കടന്നു വരുവാൻ കൃത്യമായി വഴിയൊരുങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു പ്രചാരണം അതിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ ഈ ദൂരദർശന്റെ കാര്യം പറഞ്ഞാലും വേറൊരു തമാശ ഉണ്ട് കേട്ടോ. ദൂരദർശൻ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ദൂരദർശൻ ആരംഭിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ഉപദേശകര് അദ്ദേഹത്തോട് പറഞ്ഞു തുടങ്ങി, നമുക്കൊരു ടെലിവിഷൻ ചാനൽ തുടങ്ങാം, ഒരു ടെലിവിഷൻ ചാനൽ നമുക്ക് തുടങ്ങാം. നെഹ്റു പറഞ്ഞത് വേണ്ട എന്നാണ്. കാരണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അലസന്മാരും മടിയന്മാരും ഒക്കെ ആയി അതിന്റെ മുന്നിലിരിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട എന്നുള്ളത്, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞായിരിക്കും. എന്തായാലും വേണ്ട എന്ന് ആദ്യം നെഹ്റു പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ ഉപദേഷ്ടാക്കൾ പറഞ്ഞെടുത്ത ഒരു കാര്യം ഉണ്ട്. അത്ര രാജ്യത്ത് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു സാധനമാണല്ലോ സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രാവബോധവും യുക്തിചിന്തയും. അത് പറഞ്ഞ നെഹ്റു വീഴും. കാരണം നെഹ്റു സയന്റിഫിക് ടെമ്പറിന്റെ ആളാണ്, ശാസ്ത്രബോധത്തിന്റെ ആളാണ്, യുക്തിചിന്തയുടെ ആളാണ്. അവർ ഉപദേഷ്ടാക്കൾ പറയുന്നു, നമുക്ക് ജനങ്ങളിൽ യുക്തിചിന്തയും ശാസ്ത്രബോധവും ഒക്കെ വളർത്തുന്നതിന് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ കഴിയും, ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം എന്നാണ്. അങ്ങനെയാണ് നെഹ്റുവിന് സമ്മതിച്ചതെന്നാണ് കേട്ടിട്ടുള്ളത്. നോക്കൂ, ആ സാധനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നടക്കുന്ന എന്താ? ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിന്റെ പ്രചാരണ മാധ്യമമായി ഈ ടെലിവിഷൻ ചാനലുകളെ ഉപയോഗിക്കുകയാണ്. നഗ്ന സന്യാസിമാർക്ക് വരെ ചാനലാണ്. ഞാൻ അങ്ങനെ വഴിവിട്ടു പോകുകയല്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അതോടുകൂടി രാമന്റെ പരിവേഷം ആകെ മാറുകയും ഒരു രൗദ്രമൂർത്തിയായി രാമൻ മാറുകയും, ഇപ്പോഴും നമ്മളൊന്നും വിശ്വസിക്കുന്ന ഈ രാമൻ യഥാർത്ഥത്തിൽ അയോധ്യയിലില്ല. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ്. ആ ഒരൊറ്റ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി എത്ര ആളുകളെ അവിടെ കുടിയൊഴിച്ചിട്ടുണ്ടെന്ന് അറിയൂ. സ്വന്തം കൂര, അന്തി ഉറങ്ങിയിരുന്ന കൂര നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകളുണ്ട് അയോധ്യയിൽ. P. ഗോവിന്ദപിള്ള ഒരിക്കൽ പെരിന്തൽമണ്ണയിൽ വന്ന ഒരു പ്രസംഗം നടത്തിയപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 3 സെന്റിൽ വരുന്ന, അന്ന് ഈ നമ്മുടെ ബാബരി മസ്ജിദ് ഉണ്ട്, ആകെ 3 സെന്റിൽ വരുന്ന ഒരു സ്ഥലമാണ് അത്ര ഇത്. ആ സ്ഥലത്തിന്റെ ചുറ്റും അവിടെ പൂജ നടത്തുന്നതും, അവിടെ തൊട്ടപ്പുറത്ത് രാമക്ഷേത്രം വേറെ ഉണ്ട്, രാമന്റെ പൂജ നടക്കുന്നുണ്ട്. ആ പ്രദേശത്തുള്ള ഒരു മനുഷ്യന് പോലും ഈ പള്ളി ഒരു പ്രശ്നമേ അല്ല. അവിടുത്തെ ഹിന്ദുക്കൾക്ക് അവിടെ പൂജ നടത്തുന്നതിന് രാമന്റെ ക്ഷേത്രം തൊട്ടപ്പുറത്തുണ്ട്. ആ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. പക്ഷേ അത് വിഷയമാക്കി മാറ്റിയത് പുറമേ നിന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ RSSന്റെയും ഹിന്ദുത്വയുടെയും അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഹിന്ദു മഹാസഭയുടെ അഭിനവ രൂപമായ BJP ആണ്, RSSുമാണ്. അതാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ നോക്കൂ, വന്നു ഞാൻ ചുരുക്കുകയാണ്, ഭരണഘടനയെയും ഒക്കെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഭരണഘടനയുടെ മതേതരത്വം എന്ന അതിന്റെ ഏറ്റവും വലിയ കാതലായ ഭാഗത്തിനാണ്
കടക്കൽ കത്തിവെക്കുക എന്നതുപോലെ അതിനെയാണ് മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറമേക്കുള്ള പ്രസംഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതേതരത്വത്തെക്കുറിച്ച് ഒരുപക്ഷെ അവർ വാതോരാതെ സംസാരിക്കും. പക്ഷേ അണിയറയിൽ അവർ കൃത്യമായി ഈ മതേതരത്വത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് പ്രതീക്ഷ നൽകേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് ആണ് ഗാന്ധി, ഒരുപക്ഷെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ന് അനുസ്മരണങ്ങളുടെ പൂരം കെട്ടഴിച്ചു വിടേണ്ട സത്യത്തിൽ കോൺഗ്രസ് ആണല്ലോ, കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസിലേക്ക് അവസരം വന്ന ഒരാളുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് പറയണ്ടായി, ചെറിയ വെടിവെച്ചല്ലേ കൊന്നെന്നോ, ചെറിയ വെടിയേറ്റിട്ടല്ലേ മരിച്ചെന്നാണ് ഗാന്ധി പറഞ്ഞ. സന്ദീപ് വാര്യർ ഇപ്പൊ എവിടെയാ? ചാനൽ ചർച്ചയിൽ പറഞ്ഞാണ്, ചെറുതായിട്ടൊന്ന് വെടിവെച്ചിട്ട്. ഗാന്ധിയെ കൊന്നതിന് മൂപ്പര് ചാനൽ ചർച്ചയിൽ, നമ്മളെ കേരളത്തിലെ മലയാളത്തിലെ ചാനലിന്റെ ചർച്ചയിൽ കയറി എന്ന് പറഞ്ഞ എന്താ വിശേഷണം? ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നതാണ്, വെടിയേറ്റ് മരിച്ചാണ്. വെടിവെച്ചതല്ല, വെടിയേറ്റ് മരിച്ചതാണ് എന്നാണ്. ചെറുതായിട്ടൊന്ന് വെടിയുണ്ട് മരിക്കുകയാണ് ചെയ്തത്. ആ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകളാണ് ഇപ്പൊ അപ്പുറത്ത് നിൽക്കുന്നത്. ആരാണ്? ഈ കോൺഗ്രസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതില് EMSന്റെ ഒരു പുസ്തകമുണ്ട്, ഗാന്ധിയും ഗാന്ധിസവും എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ഗാന്ധിയും ഗാന്ധിസവും. അതിന്റെ ഒരു അധ്യായമാണ് 46 വർഷത്തിന് ശേഷം എന്നുള്ളത്. അതിൽ ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും പ്രസംഗിക്കാറുള്ളത്. ആധികാരികമായി EMS തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ് അതിനെക്കുറിച്ച്. അതിൽ EMS പറയുന്നത് ഗാന്ധി മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്താണത്? ഇനി ഈ കോൺഗ്രസ് എന്ന പാർട്ടി അധികാര രാഷ്ട്രീയത്തിൽ തുടരരുത്, അത് നിർത്തണം. പിരിച്ചുവിട്ടിട്ട് ലോക ജനസഭ, ലോക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമാജമായി, സഭയായി കോൺഗ്രസ് മാറണം. എന്ന് പറഞ്ഞാൽ ജനസേവനം മാത്രം തൊഴിലാക്കി മാത്രം പ്രവൃത്തിയാക്കി മാറ്റുന്ന, ജനസേവനം മാത്രം ലക്ഷ്യമിടുന്ന ഒരു സംഘമായി കോൺഗ്രസ് മാറണം എന്നാണ്. അവിടെ വളരെ രസകരമായ ഒരു സംഭവം എന്താ അറിയോ? നെഹ്റു ഗാന്ധിയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഗാന്ധിയുടെ ചിന്താഗതികളിൽ നിന്ന്, ഗാന്ധി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് നെഹ്റു വ്യതിചലിച്ച ഒരു സന്ദർഭമാണിത്. പട്ടേലും നെഹ്റുവും ഈ കാര്യത്തിൽ ഒന്നിച്ചു എന്നുള്ളതാണ്. പട്ടേലിനെ കുറിച്ച് ഞാൻ പറയേണ്ടല്ലോ, അറിയാം. പട്ടേലിന് വേണ്ടിയാണ് പ്രതിമ സ്ഥാപിച്ചത്. ആരാ പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചത്? BJP ആണ് പ്രതിമ സ്ഥാപിച്ചത്. പട്ടേൽ യഥാർത്ഥത്തിൽ പാർട്ടി എന്തായിരുന്നു? പട്ടേൽ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് പട്ടേലിന് വേണ്ടി BJP ഒരു പ്രതിമ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ എന്ന് പറഞ്ഞ് വലിയ പ്രതിമ സ്ഥാപിച്ചത്? എന്തുകൊണ്ടാണ്? അതൊരു ഉപകാരസ്മരണയാണ്. ഉപകാരസ്മരണ ഇതാണ്. കോൺഗ്രസിൽ നിലകൊള്ളുമ്പോഴും ഹിന്ദു വർഗീയവാദത്തോട് മനസ്സുകൊണ്ട് അടുത്തു നിൽക്കുകയും പലപ്പോഴും അതിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന ആൾ ആണ് പട്ടേൽ. ഈ പട്ടേലും നെഹ്റുവും ഒറ്റ കാര്യത്തിൽ ഒരേ അഭിപ്രായത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അതായിരുന്നു കോൺഗ്രസ് പിരിച്ചുവിടണം എന്നതിന് എതിരായ അഭിപ്രായം. അവിടെ പട്ടേലിനും അതേ അഭിപ്രായമായിരുന്നു, നെഹ്റുവിനും അതേ അഭിപ്രായമായിരുന്നു. കാരണം അധികാരത്തിന്റെ ഒരു ശീതള ഛായയിലേക്ക് ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് കടന്നു വന്നതോടുകൂടി ഇത് ഒരു തണലാക്കി മാറ്റുകയും ഇത് ഏറ്റവും വലിയ സൗകര്യമാണ് എന്ന് കാണുകയും ഇതിന്റെ എല്ലാ പരിലാളനങ്ങളെയും ഇതിന്റെ എല്ലാ സാധ്യതകളെയും അതിൽ അഭിരമിക്കുകയാണ് കോൺഗ്രസിന്റെ അന്നത്തെ ആളുകൾ ചെയ്തത്. ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം ഇന്ന് വരെയും നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഒരു കാര്യം ഉറപ്പാണ്, കാലത്തിന് ദിശാബോധം നൽകുന്ന തരത്തിൽ കെട്ടകാലത്തിലേക്ക് നമ്മുടെ നാടിനെ വലിച്ചിഴക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അതിന് കുറുകെ കയറി നിന്ന് അരുത് എന്ന് പറയുവാനും അങ്ങനെ വലിച്ചിഴക്കുന്ന കൈകളെ വേണ്ടി വന്നാൽ വെട്ടിമാറ്റുവാനും, കൈകളെ വെട്ടിമാറ്റുക എന്നുള്ളത് ആയുധമേന്തി വെട്ടിമാറ്റുക എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ആശയപരമായി അതിനെ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രാപ്തമായ ഒരേ ഒരു ചേരി എന്ന് പറയുന്നത് ഇടതുപക്ഷ ചേരിയാണ്. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്ക് ഇത്തരത്തിലുള്ള ഒത്തുകൂടലുകൾ സംഘടിപ്പിക്കാൻ കഴിയുന്നത്. ഞാൻ തുടങ്ങിയത് ഒരു കവിതയുടെ ശകലത്തിലൂടെയാണ്, അവസാനിപ്പിക്കുന്നതും ഒരു കവിതയുടെ ശകലത്തിലൂടെയാണ്. ഗാന്ധിയെക്കുറിച്ച് ONV എഴുതിയ കവിതയുടെ കുറച്ച് വരികൾ മാത്രം സൂചിപ്പിക്കാം. എന്താണ് കാലത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് ONV കുറിച്ചു വെക്കുന്നുണ്ട്. അച്ഛനെ കൊന്നവൻ പുണ്യവാളൻ എന്നു മക്കൈകൾ മുത്തി സ്തുതിക്ക, അച്ഛനെ കൊന്നവൻ പുണ്യവാളൻ എന്നു മക്കൈകൾ മുത്തി സ്തുതിക്ക, അച്ഛന്റെ ചിത്രത്തിൽ മഷി കുടഞ്ഞാനെന്റെ അച്ചെയ്തി പൗരാവകാശം, അച്ഛന്റെ ചിത്രത്തിൽ മഷി കുടഞ്ഞാനെന്റെ അച്ചെയ്തി പൗരാവകാശം, വീടിന്റെ പൂമുഖ ചുമരിന്മേൽ തൂക്കിയ താതന്റെ ഛായാപടത്തിൽ പൂമാല ചാർത്തുന്ന കൈകൂപ്പി നിൽക്കുന്ന ഭാവാലിതെന്തൊരാഭാസം, ജീവിച്ചിരുന്നെങ്കിൽ ആ കണ്ണട മാറ്റാൻ ആവശ്യപ്പെട്ടേനെ നമ്മൾ, ജീവിച്ചിരുന്നെങ്കിൽ ആ കണ്ണട മാറ്റാൻ ആവശ്യപ്പെട്ടേനെ നമ്മൾ. അതിനെന്താ കാരണം? കണ്ണട മാറ്റാൻ പറയാനൊരു കാരണമുണ്ട്. എന്തെല്ലാം ഭ്രാന്തുകൾ ഹിന്ദുവും മുസ്ലിമും ഒന്നെന്ന
ഒന്നെന്ന കണ്ണുകൾ കണ്ടു എന്തെല്ലാം ഭ്രാന്തുകൾ. ഈ കണ്ണട വെച്ചിട്ട് ഇയാൾ കണ്ട കാഴ്ചകളാണ്, ഭ്രാന്താണ് ഇയാൾ കണ്ടത് മുഴുവൻ. എന്താ ഭ്രാന്ത്? ഹിന്ദുവും മുസ്ലിമും ഒന്നെന്ന 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 കണ്ണുകൾ കണ്ടു എന്തെല്ലാം ഭ്രാന്തുകൾ. ഈശ്വരൻ അല്ലാഹു ഒന്നെന്നു ചൊല്ലുവാൻ ലേശവും ലജ്ജ തോന്നിയില്ല. അപ്പോ അച്ഛനെ കൊന്നവൻ പുണ്യവാളനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ അയാളെ ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗതത്തിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ എവിടെയൊക്കെ ഗാന്ധിയുടെ ഒരു ഫോട്ടോ വെക്കുന്നുണ്ടോ അത് ഇന്ത്യൻ പാർലമെന്റിൽ പോലും നിർബന്ധിതാവസ്ഥയിൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ വെക്കുമ്പോൾ അതിനെതിർവശത്ത് ഗാന്ധിയെ കൊഞ്ഞനം കുത്തിയും ദംഷ്ട്രകൾ കാണിച്ചും ഗോഡ്സയുടെ ഒരു ചിത്രം എതിർവശത്ത് വെക്കുന്ന വർത്തമാനകാലത്തിൽ നമ്മൾ ഇങ്ങനെ ആശയ സംവാദങ്ങൾ കൊണ്ട് പ്രതിരോധങ്ങൾ തീർക്കണം. അങ്ങനെ കാലത്തിന്റെയും പുതിയ തലമുറയുടെയും മനസ്സിൽ ഗാന്ധി ഒരു മഹാഗോപുരമായി, ഗാന്ധി ഉയർത്തിവിട്ട ചിന്തകൾ ഒരു കൊടുങ്കാറ്റായി നമ്മുടെ തലമുറയിൽ ഉണ്ടായിരിക്കണം. ആ കൊടുങ്കാറ്റായിരിക്കണം വർഗീയതയ്ക്കും ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികൾക്കുമൊക്കെ എതിരായി ആഞ്ഞടിക്കുന്നത്. ആ കോട്ടകൊത്തളങ്ങളെ തകർക്കുവാൻ തീർച്ചയായും നമ്മെ പോലുള്ള മതേതര വിശ്വാസികൾക്ക്, സമത്വ വിശ്വാസികൾക്ക് കഴിയും എന്നുറപ്പാണ്. അങ്ങനെ അതിന് പ്രാപ്തമാക്കുന്നതിന് കാലത്തെയും സമൂഹത്തെയും ഒരുക്കിയെടുക്കുന്നതിന് ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനം നടത്തുന്ന ഇത്തരം കൂട്ടായ്മകൾ സഹായകമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൂടിയിരിപ്പ് വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി.